Good morning students. I am Teslin Joseph, your physics teacher. In today's class, we are discussing about Joule Kelvin coefficient. അപ്പോൾ ഈ ഒരു ടേം അതായത് Joule Kelvin coefficient എന്ന് പറഞ്ഞാൽ it is based on porous plug experiment അല്ലെങ്കിൽ ജൂൾ തോംസൺ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ത്രോട്ട്ലിംഗ് പ്രോസസ്സ്. അപ്പോൾ ഈ എക്സ്പെരിമെന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്ന ജൂൾ കെൽവിൻ കോഎഫിഷ്യന്റ്. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ജൂൾ കെൽവിൻ കോഎഫിഷ്യന്റ്. കൺസിഡർ 1 mole ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്. അപ്പോൾ നമ്മൾ ഒരു മോള് ഐഡിയൽ ഗ്യാസ് എടുത്തിരിക്കുകയാണ്. അതിന്റെ 1 mole ആയതുകൊണ്ട് എൻതാൽപ്പി is denoted by H. And we are considering throttling process. We know in throttling process enthalpy remains constant. Also temperature and pressure are independent variables. അപ്പോൾ നമ്മൾ എന്താ കണ്ടത്? 1 mole of an ideal gas കണ്ടു. അതിന്റെ enthalpy നമ്മൾ H വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത് 1 mole ആയതുകൊണ്ട്. ഇനി ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്രോസസ് എന്ന് പറയുന്നത് ത്രോട്ട്ലിംഗ് പ്രോസസ് ആണ്. ത്രോട്ട്ലിംഗ് പ്രോസസ്സിൽ enthalpy remains constant. That is TH equal to 0 and the temperature and pressure are independent variables. So we are considering second TDS equation. Temperature and pressure are independent variables. So second TDS equation consider TDS equal to small letter 1 mole ആണ് consider ചെയ്യുന്നത്. TDS equal to Cp dt minus T dou V by dou T at constant pressure dP. ഇനി നമുക്കറിയാം എന്താണ് DH, തെർമോഡൈനാമിക് പൊട്ടൻഷ്യലിന്റെ റിലേഷൻ ഉപയോഗിച്ച് DH ഈക്വൽ ടു TDS പ്ലസ് VdP. TDSന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Cp dt മൈനസ് T dou V by dou T at കോൺസ്റ്റന്റ് പ്രഷർ dP പ്ലസ് VdP. ഇവിടെ നോക്കുക, സെക്കൻഡും തേർഡും ടേമിൽ dP കോമൺ ആയിട്ടുണ്ട്. സോ വി ക്യാൻ ടേക്ക് dP ആസ് കോമൺ ടേം. അവർ ഇക്വേഷൻ ബിക്കംസ് Cp dt minus T dou V by dou T at constant pressure minus V into dP. In throttling process, Hi equal to Hf. Therefore, dH equal to 0. Then our equation becomes LHS 0 to Cp dt minus T dou V by dou T at constant pressure minus V into dP. നമ്മൾ ഈ ടേമിനെ നമുക്ക് LHSലേക്ക് എടുക്കാം. Cp dt equal to T dou V by dou T at constant pressure minus V into dP. ക്ലിയർ ആയോ എഴുതിയത്? ഇനി നമ്മൾ ഇതിനെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ dt by dP equal to 1 by Cp T dou V by dou T at constant pressure minus V. അപ്പോൾ dt by dP എന്ന് പറയുന്നത് പാർഷ്യൽ ആയിട്ട് മാറും because enthalpy remains constant in throttling process. So dou T by dou P at constant enthalpy equal to 1 by Cp into T dou V by dou T at constant pressure minus V. ഇവിടെ ഈ ടേം അതായത് dou T by dou P at constant enthalpy is called Joule Kelvin coefficient. നിങ്ങൾക്ക് മാറിപ്പോയത് mu എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ നേരത്തെ പഠിച്ചു. ഏതായിരുന്നു? കെമിക്കൽ പൊട്ടൻഷ്യലിനെ നമ്മൾ mu വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. രണ്ടും ടോട്ടലി ഡിഫറെന്റ് ആണ്. ജൂൾ കെൽവിൻ കോഎഫിഷ്യന്റും ഒരേ ലെറ്റർ വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നെങ്കിലും വ്യത്യസ്തമാണ് രണ്ട് പാരാമീറ്റേഴ്സ്. സോ dou T by dou P at constant enthalpy is equal to mu, which is the Joule Kelvin coefficient. It gives temperature change dt in a throttling process for a pressure difference dP. Clear ആയില്ലേ? So we get mu equal to 1 by Cp T dou V by dou T at constant pressure minus V. ഇനി മ്യൂവിനെ നമുക്ക് ഒരു രീതിയിൽ ഈ ഒരു ഫോമിൽ മാറ്റി എഴുതാൻ സാധിക്കും. കാരണം ഈ ഒരു ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് V by T at കോൺസ്റ്റന്റ് പ്രഷർ എന്തിന്റെ കുറവുള്ളൂ? ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ ആണ്. അപ്പോൾ അത് നമ്മൾ മാറ്റി എഴുതും. mu ഈക്വൽ ടു ടി സ്ക്വയർ ബൈ Cp ഡോ ബൈ ഡോ ടി ഓഫ് V by T at കോൺസ്റ്റന്റ് പ്രഷർ. ഈ സ്റ്റെപ്പ് ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക V by T. അപ്പോൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ടേം തന്നെയാണ് കിട്ടുന്നത്. ഇത് ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ. സോ mu ഈക്വൽ ടു ടി സ്ക്വയർ ഡിവൈഡ് ബൈ Cp ഡോ ബൈ ഡോ ടി V by T at കോൺസ്റ്റന്റ് പ്രഷർ. integrating equation 1. Equation 1 നമ്മൾ integrate ചെയ്യുന്നു. ഇതാണ് equation 1.
equation 1 integrate ചെയ്ത് കഴിയുമ്പോൾ we get integral Ti to Tf dot G equal to integral Pi to Pf 1 by Cp T dou V by dou T at constant pressure minus V into dp. ചെയ്ത് ഇത്രേ ഉള്ളൂ. എന്താണ് നിങ്ങൾ സ്റ്റെപ്പ് നോക്കുക. ഇവിടെ dt ഈ ഇക്വേഷനിൽ dt ഈക്വൽ ടു 1 by Cp എന്ന് പറഞ്ഞെടുക്കുന്നു, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. സോ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ Tf മൈനസ് Ti ഈക്വൽ ടു ഡെൽറ്റ ടി ഈക്വൽ ടു പി ഇൻ്റഗ്രൽ പി ഐ ടു പി എഫ് 1 by Cp ഇൻറ്റു ടി ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ മൈനസ് വി ഇൻറ്റു ഡി പി. ഇൻ ത്രോട്ട്ലിംഗ് പ്രോസസ്സ്. അപ്പം ടെമ്പറേച്ചർ ചേഞ്ചിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് നമ്മൾ കാണുകയാണ് എൻട്രോപ്പി ചേഞ്ച് ഇൻ എ ത്രോട്ട്ലിംഗ് പ്രോസസ് ഡി എച്ച് ഈക്വൽ ടു ടി ഡി എസ് പ്ലസ് വി ഡി പി. ത്രോട്ട്ലിംഗ് പ്രോസസ്സിൽ നമുക്കറിയാം എൻതാൽപ്പി റിമെയിൻസ് കോൺസ്റ്റന്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ഓർ ടി ഡി എസ് ഈക്വൽ ടു മൈനസ് വി ഡി പി. ഡോ എസ് ബൈ ഡോ പി അറ്റ് കോൺസ്റ്റന്റ് എൻതാൽപ്പി ഈക്വൽ ടു വി ബൈ ടി. നേരത്തെ പോലെ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. വി ഗെറ്റ് എസ് എഫ് മൈനസ് എസ് ഐ ഈക്വൽ ടു ഡെൽറ്റ എസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ പി ഐ ടു പി എഫ് വി ബൈ ടി ഡി പി. അപ്പോൾ ഈ ഒരു സ്ലൈഡ് ആവശ്യമില്ല. നിങ്ങൾ എസ് ഒക്കെ എഴുതുമ്പോൾ നേരത്തെ സ്ലൈഡ് കഴിയുമ്പോൾ ഈ സ്ലൈഡ് ഒഴിവാക്കാം നമുക്ക്. ഫോർ ഐഡിയൽ ഗ്യാസ് പി വി ഈക്വൽ ടു ആർ ടി. ഡിഫറൻഷിയേറ്റ് ചെയ്യുക. പി ഡി വി പ്ലസ് വി ഡി പി ഈക്വൽ ടു ആർ ഡി ടി ഓർ ഡോ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്നുള്ള കണ്ടീഷൻ കൊടുക്കുക. അപ്പോൾ ഈ ഒരു ടേം ഒഴിവായി. സോ വി ക്യാൻ റൈറ്റ് ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈക്വൽ ടു ആർ ബൈ പി. T into dou V by dou T at constant pressure equal to RT by P equal to V. Mu equal to Joule's coefficient mu equal to dou T by dou P at constant enthalpy H equal to 1 by Cp T dou V by dou T at constant pressure. അതിൻ്റെ വാല്യൂ എന്തായിട്ടായിട്ട് V minus V equal to 0. For an ideal gas, mu in the value it is equal to 0. The ideal gas must obey the two laws. The product PV is a constant at constant temperature. Boyle's law. The internal energy U is a constant at constant temperature. This is known as Joule's law. ഇക്വേഷൻ നോക്കുക. ഡി എച്ച് ഈക്വൽ ടു ടി ഡി എസ് പ്ലസ് വി ഡി പി. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ത് സംഭവിക്കും? ഡി പിയുടെ വാല്യൂ 0 ആയി. സോ വി ഗെറ്റ് ഡി എച്ച് ഈക്വൽ ടു ടി ഡി എസ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ഡി ടി വെച്ച് ഡിവൈഡ് ചെയ്യുക. ഡി എച്ച് ബൈ ഡി ടി ഈക്വൽ ടു ടി ഡി എസ് ബൈ ഡി ടി. അപ്പോൾ ഇത് ഇക്വേഷൻ പാർഷ്യലായിട്ട് മാറും. കാരണം എന്താണ്? ഇവിടെ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണ്. സോ വി ഗെറ്റ് ഡോ എച്ച് ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈക്വൽ ടു ടി ഡി എസ് എന്തായിട്ട് മാറ്റാം? ഡി ക്യു. ഡി ക്യു ബൈ ഡി ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വിച്ച് ഈസ് സി പി. അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഡോ എച്ച് ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈക്വൽ ടു ഡോ ക്യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വിച്ച് ഈസ് ഈക്വൽ ടു സി പി. നിങ്ങൾ ചെയ്ത് നോക്കണം. ഡി എച്ച് ഈക്വൽ ടു ടി ഡി എസ് പ്ലസ് വി ഡി പി. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഡോ എച്ച് ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് വാല്യൂ കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വി ഹാവ് ഡോ ടി ബൈ ഡോ P at constant enthalpy equal to value substitute ചെയ്യുക. ഡോ എച്ച് ബൈ ഡോ ടി ആണ് നമുക്ക് എന്തായിട്ട് സി പി. സോ ഇതിൻ്റെ റെസിപ്രോക്കൽ കൊടുക്കുക. മൈനസ് 1 ബൈ സി പി ഡോ എച്ച് ബൈ ഡോ പി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 1 ബൈ സി പി. എച്ച് എൻതാൽപ്പി നമുക്കറിയാം എന്താണ്? യു പ്ലസ് പി വി. ഡോ ബൈ ഡോ പി ഓഫ് യു പ്ലസ് പി വി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. വി നോ Joule's coefficient mu equal to dou T by dou P, or we can write mu equal to minus 1 by Cp into dou U by dou P at constant temperature. നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിരുന്നു. പ്ലസ് ഡോ ബൈ ഡോ പി ഓഫ് പി വി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അപ്പം
ജൂൾസ് കോഎഫിഷ്യൻറ്റിന് നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടി. ഇതെന്തിനെ ഡിനോട്ട് ചെയ്യുന്ന കോൺട്രിബ്യൂഷൻ, രണ്ട് ലോസ് മൂലമുള്ള കോൺട്രിബ്യൂഷൻ. അപ്പം ഇത് ചാൾസ് ലോ മൂലം, ഇത് രണ്ടാമത്തെ ലോയായ ബോയിൽസ് ലോ മൂലമുള്ള ഡീവിയേഷനാണ് കാണിക്കുന്നത്. സോ നമ്മൾ ഇക്വേഷൻ ഒന്നും കൂടി എടുത്തെഴുതി. ദ ഫസ്റ്റ് ടേം ഡോ യു ബൈ ഡോ പി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വിച്ച് മെഷേഴ്സ് ഡീവിയേഷൻ ഫ്രം ജൂൾസ് ലോ. ഇറ്റ് ഈസ് എ കോൺസിക്വൻസ് ഓഫ് ലോങ് റേഞ്ച് അട്രാക്റ്റീവ് മോളിക്കുലർ ഫോഴ്സ്. വി ക്യാൻ ഈസിലി ഷോ, ഇതിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമ്മൾ കാണിക്കുകയാണ്. വി ക്യാൻ ഈസിലി ഷോ ദാറ്റ് ഡോ യു ബൈ ഡോ പി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഈസ് ഓൾവേസ് നെഗറ്റീവ്. ഈ ഒരു ടേമിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾവേസ് നെഗറ്റീവ്. അപ്പോൾ അത് പ്രൂവ് ചെയ്യാണ്. നെക്സ്റ്റ് ഡോ യു ബൈ ഡോ പി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. ഡോ യു ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഇൻറ്റു ഡോ യു ബൈ ഡോ പി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. വിയും ക്യാൻസൽ ചെയ്താൽ നമുക്ക് LHSലെ അതേ പാർഷ്യൽ ഡെറിവേറ്റീവ് തന്നെ ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഇനി ആദ്യത്തെ ടേം നമ്മൾ നോക്കുകയാണ്. വെൻ ദ വോളിയം ഓഫ് ദ ഗ്യാസ് ഈസ് ഇൻക്രീസ്ഡ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, അല്ലെ, വോളിയം ഓഫ് ദ ഗ്യാസ് ഈസ് ഇൻക്രീസ്ഡ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് ഐസോതെർമലി, the kinetic energy remains constant but the potential energy of the attractive force increases. So total energy U increases. ക്ലിയർ ആയോ പറഞ്ഞത്? നമ്മൾ ആദ്യത്തെ ഈ ഒരു ടേം കാണാം. വോളിയം ഈസ് ഇൻക്രീസ്ഡ് ഐസോതെർമലി. എന്ത് സംഭവിക്കും? കൈനറ്റിക് എനർജിക്ക് വ്യത്യാസമില്ല, പക്ഷെ പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്യും. പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്യുമ്പോൾ അതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? ടോട്ടൽ എനർജി ഓൾസോ ഇൻക്രീസസ്. So dou u by dou v at constant temperature is positive. But രണ്ടാമത്തെ ടേം നോക്കാം. dou v by dou p at constant temperature. നമുക്കറിയാം പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വോളിയം എന്താവും? ഡിക്രീസ് ചെയ്യും. അല്ലെങ്കിൽ വൈസ് വേഴ്സ, പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വോളിയം പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യും. സോ വി ക്യാൻ സേ dou v by dou p at constant temperature is always negative. So the first term of the RHS of equation 5 makes a positive contribution to mu. അപ്പോൾ ഈ ഒരു ടേം ഡോ യു ബൈ ഡോ പി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഓൾവേസ് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആണ്. സോ ഈ ഫസ്റ്റ് ടേമിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ ടു മ്യൂ. ദിസ് മീൻസ് ദാറ്റ് ഡി ടി ഈസ് നെഗറ്റീവ് സിൻസ് ഇൻ ത്രോട്ട്ലിംഗ് പ്രോസസ് പ്രഷർ ഡിക്രീസസ് ആണ്. പ്രഷർ ഡിക്രീസ് ചെയ്യുകയാണ് ത്രോട്ട്ലിംഗ് പ്രോസസ്സ്. സോ ടെമ്പറേച്ചറും കുറയുമായിരിക്കും. ദിസ് പ്രൊഡ്യൂസസ് എ cooling effect. Thus a cooling effect is produced in this process. This is a consequence of the deviation from Joule's law. ക്ലിയർ ആയോ പറഞ്ഞത്? നിങ്ങൾ നോക്കുക, നമ്മൾ ഈ ഫസ്റ്റ് ടേമിൻ്റെ കോൺട്രിബ്യൂഷൻ ആണ് കണ്ടത്. ഫസ്റ്റ് ടേമിൻ്റെ കോൺട്രിബ്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് എന്താ പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ ആണ്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ത്രോട്ട്ലിംഗ് പ്രോസസ്സിൽ നമുക്കറിയാം പ്രഷർ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ടെമ്പറേച്ചർ ഓൾസോ ഡിക്രീസസ്. ഇറ്റ് റിസൾട്ട്സ് ഇൻ കൂളിംഗ്. ഇറ്റ് ഈസ് ദി കോൺസിക്വൻസ് ഓഫ് ഡീവിയേഷൻ ഫ്രം ജൂൾസ് ലോ. ഈ സെക്കൻഡ് ടേം, ഇക്വേഷൻ്റെ സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ പി of PV measures the deviation from Boyle's law. അപ്പോൾ ഇതിൻ്റെ വാല്യൂ പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, സീറോ ആകാം. Many scientists, Renault, Amagat and others studied the validity of Boyle's law for different gases over a wide range of pressure up to 3000 atmosphere. അപ്പോൾ ഈ സയൻറ്റിസ്റ്റ് എന്താണ് ബോയിൽസ് ലോയുടെ applicable different gases apply ചെയ്തു over a wide range of pressure 3000 atmosphere. All the experiments showed that the product PV for a fixed mass of gas at a constant pressure constant temperature is a function of pressure P. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ എല്ലാ ഗ്യാസസിലും ഒരു ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസിൽ ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രൊഡക്റ്റ് പി വി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് പ്രഷർ പി. ദ വേരിയേഷൻ ഓഫ് പി വി വിത്ത് പി ഈസ് ക്വാളിറ്റേറ്റീവ്ലി സെയിം ഫോർ ഓൾ ഗ്യാസ്. എല്ലാ ഗ്യാസസിൻ്റെ കേസിലും പി വി, ദ വേരിയേഷൻ ഓഫ് പി വി വിത്ത് പി ഈസ് സെയിം. For every gas, there is a characteristic temperature called Boyle temperature TB, at which PV is approximately independent of P. അപ്പോൾ ഈ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് പറയാൻ സാധിക്കും
For every gas, there is a characteristic temperature called TB for which the product PV. Product PV നോക്കിയേ PV remains constant over over wide range of pressure. So, ഈ characteristic temperature-നെയാണ് boil temperature എന്ന് പറയുന്നത്. At a temperature below the boil temperature, the product PV of a gas increases steadily. അല്ലേ? Product PV of a gas increases, above boil temperature, the product PV of a gas increases steadily with the temperature. At a temperature below PV, at first the product PV decreases and reaches a minimum value and then increases. Clear ആയോ? ഗ്രാഫിൽ നിന്ന് ഈ സയൻറ്റിസ്റ്റിൻ്റെ സ്റ്റഡി പ്രകാരം നമുക്ക് പറയാൻ സാധിച്ചു 3 കാര്യങ്ങളാണ് പറയാൻ സാധിച്ചത്. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ, എല്ലാ ഗ്യാസിനും ഒരു ക്യാരക്ടറിസ്റ്റിക് ടെമ്പറേച്ചർ ഉണ്ട് TB, at which the product PV is approximately independent of P and Boyle's law is valid. At a temperature above boil temperature, the product PV increases steadily with the temperature. At temperatures below boil temperature, the product PV decreases and becomes minimum at a certain pressure and then increases. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. At boil temperature, PV is almost constant. We have already seen that the relation between PV and P of a gas may be expressed by the virial expansion. For 1 mole of a gas, we have, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടതാണ്, PV equal to RT into 1 plus B dash P plus C dash P square plus etc. Multiply ചെയ്യുക, ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുക, RT plus BP. മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നത് നമ്മൾ B ആയിട്ട് എടുക്കുന്നു, BP plus CP square plus etc. 6.A എന്ന് നെയിം ചെയ്യുന്നു. B is the most important virial coefficient since it determines the behavior of gas at moderate pressure. Moderate pressure എടുത്ത് പ്രഷറിന്റെ വാല്യൂ മോഡറേറ്റ് ആകുമ്പോൾ ഏത് വിറിയൽ കോയിഫിഷ്യൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്? B ആണ്. The effect of other terms becomes important only at high pressure. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന മോഡറേറ്റ് പ്രഷർ ആണ്. ഫോർ മോഡറേറ്റ് പ്രഷർ വി ക്യാൻ റൈറ്റ് PV equal to RT plus BP. ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ലെഫ്റ്റ് സൈഡ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ PdV plus VdP ഈക്വൽ ടു RdT പ്ലസ് ഇവിടെ ബിയും ഒരു ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആണ് അല്ലേ? ബി എന്ന് പറഞ്ഞാൽ എന്താണ്? RT ആണ്. സോ ഇറ്റ് ഈസ് ഓൾസോ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആണ്. നമ്മൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്ത് വേണം ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. BdP plus PdP. ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. അപ്പം നമ്മൾ കണ്ടീഷൻ കൊടുക്കുക കോൺസ്റ്റന്റ് പ്രഷർ. അപ്പോൾ ഈ ടേം 0 ആയി, ഈ ടേം 0 ആയി. അപ്പോൾ ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈക്വൽ ടു, നോക്കുക ഇക്വേഷനിൽ ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈക്വൽ ടു R by P. ഈ P നമ്മൾ ഈ സൈഡിലേക്ക് എടുത്തു, പ്ലസ് ഡോ ബി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ക്ലിയർ ആയോ? ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈക്വൽ ടു R by P പ്ലസ് ഡോ ബി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. നമുക്ക് ഇക്വേഷൻ 1 നിന്ന് മ്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡോ ടി ബൈ ഡോ പി അറ്റ് കോൺസ്റ്റന്റ് എൻതാൽപ്പി ഈക്വൽ ടു 1 ബൈ Cp into T ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ മൈനസ് വി. അപ്പോൾ ഈ ടേമിൽ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മ്യൂ ഈക്വൽ ടു 1 ബൈ Cp ഇൻറ്റു RT ബൈ പി. ടി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, RT ബൈ പി പ്ലസ് ടി ഡോ ബി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ മൈനസ് വി. ഓർ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാൻ നമുക്ക് 1 by Cp into RT by P plus T ഡോ ബി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. വിയുടെ വാല്യൂ നമ്മൾ 6.A ഇക്വേഷനിൽ നിന്ന് 6.Bയിൽ നിന്ന് വിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി എന്ന് പറഞ്ഞാൽ എന്താണ്? RT by P പ്ലസ് B ആണ്. സോ RT by P plus T ഡോ
B by dou T at constant pressure minus V യുടെ വാല്യൂ കൊടുക്കുന്നു RT by P minus BP by P. Pയും Pയും cancel ചെയ്തു ഈ ടേമും cancel ചെയ്തു. So our equation becomes mu equal to 1 by Cp into T dou B by dou T at constant pressure minus B. Differentiating equation 6.a. 6.a നമ്മൾ differentiate ചെയ്യുക. ഇതാണ് 6.a. ഇതിനെ differentiate ചെയ്ത് കഴിയുമ്പോൾ we get dou by dou P of PV at constant temperature equal to B plus 2Cp plus etc. In the limit of very low pressures, limit P tends to 0, dou by dou P of PV at constant temperature is equal to B. അല്ലേ ലോ പ്രഷറിൽ പിയുടെ ടേംസ് 0 എന്ന് കൊടുക്കുക. അപ്പോൾ ഈ ഡിഫറൻഷ്യലിന്റെ വാല്യൂ is equal to B. This graph shows variation of second virial coefficient B with temperature. The slopes of the curve of figure 6.2. അപ്പോൾ 6.2 നോക്കുക 6.2ൽ P equal to 0. P equal to 0 gives the value of ഈ slopes നോക്കുക P equal to 0. Temperature below boil temperature, the curves have negative slopes at P equal to 0. അപ്പം ബോയിൽ ടെമ്പറേച്ചറിനേക്കാളും താഴെയുള്ള ടെമ്പറേച്ചറിൽ P equal to 0യിൽ the curves have negative slopes. അതിൻ്റെ അർത്ഥം എന്താണ് B നെഗറ്റീവ് ആണ്. ടെമ്പറേച്ചർ ബിലോ ബോയിൽ ടെമ്പറേച്ചർ ബിയുടെ വാല്യൂ നെഗറ്റീവ് ആണ്. കാരണം ബി എന്ന് പറഞ്ഞ ഇവിടെ നമുക്കറിയാം ബി എന്ന് പറഞ്ഞാൽ ഡോ പി വി ബൈ ഡോ പി ആണ്. നേരത്തെ ഇക്വേഷനിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തു. ബിയുടെ വാല്യൂ എന്താണ് വെൻ പി ടെൻസ് ടു 0 ഡോ ബൈ ഡോ പി ഓഫ് പി വി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അതാണ് ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഗ്രാഫ് എടുത്തു. ഗ്രാഫ് നോക്കുക ഫോർ ടെമ്പറേച്ചർ ബിലോ ബോയിൽ ടെമ്പറേച്ചർ. പി എന്താണ് 0 ആയിട്ടാണ് എടുക്കുന്നത്. ദ സ്ലോപ്പ് എന്താണ് നെഗറ്റീവ് സ്ലോപ്പ് ആണ്. സോ ബിയുടെ വാല്യൂ നെഗറ്റീവ് ആണ്. ഇനി എന്താണ് with the increase of temperature curves are less steep. അല്ലെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കർവ്സിന്റെ സ്ലോപ്പ് കുറയും, ബിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യും ആൻഡ് ഇറ്റ് ബിക്കംസ് 0. ബിയുടെ വാല്യൂ ഇത് സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഇതിന് സ്ലോപ്പ് ഇല്ല. സോ വാല്യൂ ഓഫ് ബി ഈസ് ഈക്വൽ ടു 0 അറ്റ് ബോയിൽസ് ടെമ്പറേച്ചർ ആൻഡ് എബോവ് ബോയിൽസ് ടെമ്പറേച്ചർ എന്ത് സംഭവിക്കും? എബോവ് ബോയിൽസ് ടെമ്പറേച്ചർ ഇതിന് പോസിറ്റീവ് സ്ലോപ്പ് ആണ്. സോ ബിയുടെ വാല്യൂ പോസിറ്റീവ് ആണ്. നമുക്ക് ഇതിൽ നിന്ന് കാണാൻ സാധിക്കും എപ്പോഴും എന്താണ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ബി ഓൾസോ ഇൻക്രീസസ്. ഇതാണ് ഗ്രാഫിൽ നമ്മൾ വരച്ചിരിക്കുന്നത്. ബോയിൽസ് ടെമ്പറേച്ചറിൽ ബിയുടെ വാല്യൂ 0 ആണ്. ടെമ്പറേച്ചർ ബിലോ ബോയിൽസ് ടെമ്പറേച്ചർ ബി ഹാവ് നെഗറ്റീവ് വാല്യൂ. എബോവ് ബോയിൽസ് ടെമ്പറേച്ചർ ബിയുടെ വാല്യൂ പോസിറ്റീവ് ആണ്. അപ്പോൾ ഇങ്ങനെ വരയ്ക്കാൻ സാധിച്ചാൽ നമ്മൾ നേരത്തെ ഗ്രാഫ് ഉപയോഗിച്ചിട്ടാണ്. It is clear that B is always increases with the increase of temperature, so that dou B by dou T at constant pressure and hence T dou B by dou T at constant pressure is always positive. P ഒരു term T dou B by dou T at constant pressure എന്ന് പറഞ്ഞാൽ it is always positive. അപ്പോൾ നമ്മൾ 3 ഡിഫറെൻറ്റ് കേസസ് നമുക്ക് അറൈവ് ചെയ്യാണ്. കേസ് 1 അറ്റ് ടെമ്പറേച്ചർ ബിലോ ബോയിൽ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ബിലോ ബോയിൽ ടെമ്പറേച്ചർ നമ്മുടെ ഇവിടുത്തെ ഈ പാരാമീറ്റർ എന്താണ്? ടി ഡോ ബി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. 3 കേസ് എടുത്താലും അതിൻ്റെ വാല്യൂ എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ ബിയുടെ വാല്യൂ എന്താണ്? ഗ്രാഫ് നോക്കുക, ബിയുടെ വാല്യൂ നെഗറ്റീവ് ആണ്. സോ ഫ്രം ഇക്വേഷൻ 7 നോക്കുക, ബിയുടെ വാല്യൂ നെഗറ്റീവ് ആണ്. സോ mu എന്ന് പറയുന്നത് mu is positive. Thus in throttling process, since dou P is negative, dou T should be negative or a cooling effect is produced. That is called positive Joule Kelvin effect. ഒന്നും കൂടെ പറയാം. നമ്മൾ കേസ് 1 എന്ന് പറയുന്നത് അറ്റ് ടെമ്പറേച്ചർ ബിലോ ബോയിൽ ടെമ്പറേച്ചർ. നമ്മുടെ ഇവിടുത്തെ പാരാമീറ്റർ നോക്കുക, നിങ്ങളുടെ എക്സ്പ്രഷൻ നോക്കുക, നമുക്ക് 2 ടേംസ് ആണുള്ളത് അല്ലേ? ടി ഡോ ബി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷറും ബിയും. അപ്പം ടി ഡോ ബി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ 3 കേസ് എടുത്താലും അതിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണ്. രണ്ടാമത് ബിയുടെ വാല്യൂ നോക്കുക, ബി എന്താണ്? നെഗറ്റീവ് ആണ്. സോ ഫ്രം ഇക്വേഷൻ എബോവ് ഇക്വേഷൻ മ്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പോസിറ്റീവ്.
we know in throttling process dou P എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. സോ dou T should be negative. So cooling effect is produced. ഇതിനെയാണ് പോസിറ്റീവ് ജൂൾ കെൽവിൻ ഇഫക്റ്റ് എന്ന്. കേസ് 2 എബോവ് ബോയിൽ ടെമ്പറേച്ചർ. എബോവ് ബോയിൽ ടെമ്പറേച്ചറിൽ ബിയുടെ വാല്യൂ എന്താണ്? പോസിറ്റീവ്. നമുക്കറിയാം ടി ഡോ ബി ബൈ ഡോ ടി എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ കേസ് 2ന് നമുക്ക് രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം മോഡുലസ് ഓഫ് ടി ഡോ ബി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈസ് ലെസ് ദാൻ ബി. അങ്ങനെയാകുമ്പോൾ മ്യൂ എന്താണ്? നെഗറ്റീവ് ആണ് അല്ലെ? ഇക്വേഷനിൽ നോക്കിയാൽ ഈ ഒരു വാല്യൂ, ഇതിന്റെ വാല്യൂ ബിയിനേക്കാളും ചെറുതാണെങ്കിൽ നെഗറ്റീവ് ആണ് മ്യൂ വരുന്നത്. മ്യൂ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ dou T is positive or a heating effect is produced. This is negative Joule Kelvin effect. കൂളിംഗ് ഇഫക്റ്റ് വരുമ്പോൾ എന്ത് വരണം? പോസിറ്റീവ് ആണ്. നെഗറ്റീവ് ഹീറ്റിംഗ് ഇഫക്റ്റ് വരുമ്പോൾ നെഗറ്റീവ് ജൂൾ കെൽവിൻ ഇഫക്റ്റ് ആണ്. ഇനി കേസ് 3 നേരത്തെ അതേ ഇത് തന്നെ. അപ്പം ലാർജ് ടെമ്പറേച്ചർ, only at very large temperature T dou B by dou T at constant pressure is greater than B. Mu is positive, so that dou T is negative or again a cooling effect is produced. അപ്പോൾ എന്തായിരിക്കും? പോസിറ്റീവ് ജൂൾ കെൽവിൻ ഇഫക്റ്റ്. ഇനി കേസ് 4 എന്ന് പറഞ്ഞാൽ at some intermediate particular temperature TIN, intermediate particular temperature എന്ത് സംഭവിക്കും? T dou B by dou T at constant pressure is equal to B. അങ്ങനെയാകുമ്പോൾ മ്യൂവിന്റെ വാല്യൂ എന്താണ്? It is equal to 0. There is neither heating nor cooling in a throttling process. The temperature T in at which Joule Kelvin coefficient changes sign is called inversion temperature. ഈ ഒരു ടെമ്പറേച്ചറിനെയാണ് ഇൻവേർഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 കേസസും ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും 3 കേസസേ ഉള്ളൂ. കേസ് 2ന്റെ വ്യത്യസ്ത ഇതാണ് കേസ് 2ഉം 3ഉം. In today's class, we studied about Joule Kelvin coefficient. അപ്പോൾ ആ ഡെറിവേഷൻ ക്ലിയർ ആക്കി മനസ്സിലാക്കി ആക്കുക. അതുകൂടാതെ ഇതിലെ ഇമ്പോർട്ടൻ്റ് ഭാഗം എന്ന് പറയുന്നത് ലാസ്റ്റ് ഭാഗം, അതായത് 3 ഡിഫറെൻറ്റ് കേസസ് ആയിട്ട് നമ്മൾ പോസിറ്റീവ് ജൂൾ കെൽവിൻ ഇഫക്റ്റ്, നെഗറ്റീവ് ജൂൾ കെൽവിൻ ഇഫക്റ്റ് ആൻഡ് ഇൻവേർഷൻ ടെമ്പറേച്ചർ. അപ്പം ഡിറൈവ് ചെയ്യാനൊക്കെ ചോദിക്കാറുള്ളതാണ്. താങ്ക് യു.